നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ് ആക്കി വെക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നമുക്ക് ഈ ഒരു ഫേസ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് യങ് ആക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ടാൻ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 3 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നിങ്ങളൊരു 30-35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് ചുളിവുകളൊക്കെ വീഴാനായിട്ട് തുടങ്ങും, ഡ്രൈനസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ ഫേസിലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സ്മൂത്ത് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഫേസ് പാക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന കോക്കനട്ട് ഓയിലാണ്. നിങ്ങളുടെ കയ്യിൽ പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇവിടെ അയർലൻഡിൽ ഭയങ്കരമായിട്ട് തണുപ്പായതുകൊണ്ട് നല്ല കട്ടയായിട്ടാണ് കേട്ടോ കോക്കനട്ട് ഓയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് മെൽറ്റ് ആക്കിയിട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ മെൽറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു പാൻ എടുക്കുക, അതിലേക്ക് 2 സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റിൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു കോക്കനട്ട് ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ നമുക്ക് 1 സ്പൂണോ 2 സ്പൂണോ ഇട്ട് കൊടുക്കാവുന്നതാണ്. കോൺഫ്ലവർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തിളപ്പിക്കാത്ത പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ചെറിയൊരു കപ്പിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ പാൽ അലർജി ഉള്ളവർക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി പാലില്ലാത്തവർക്കും വെള്ളം യൂസ് ചെയ്താൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കാരണം ഇത് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടെ ഉറഞ്ഞിട്ട് നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മളിത് നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 3 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം ഇത് നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഒരു ക്രീമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാവുന്നതാണ്. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ സ്കിന്നിലെ ചുളികൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നമുക്കൊരു നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക. നല്ല റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുള്ള പാക്കുകളും ക്രീമുകളും യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ യങ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു അരമണിക്കൂർ വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം.
അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ട്, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും, ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചിലരുടെ ഫേസിൽ നന്നായിട്ട് ഡ്രൈനസ് ഒക്കെ ഉണ്ടാവും. ആ ഒരു ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.